തേങ്ങാക്കൂടിന്റെ തട്ടയിലോട്ട് കയറ്റിയാലോ? മിനിഞ്ഞാന്ന് തേങ്ങയെല്ലാം ഇറക്കി തട്ടടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുമല്ലയോ? അതിനെ കോവണി അഴിച്ച് വെളിയിലിട്ടിരിക്കുമല്ലോ ആൻസി. അതൊന്നും സാരമില്ല. ഒരു മേശയുടെ പുറത്ത് സ്റ്റൂൾ വെച്ച് അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. നിങ്ങൾ പോയി പെണ്ണിനെയും ചെറുക്കനെയും വിളിക്കും. അപ്പോഴത്തേക്ക് ഞാനും ജോസും കൂടെ തേങ്ങാപ്പുരയുടെ താഴോട്ട് എന്ന് ഒരു മേശ പിടിച്ചിട്ടെ. വാ. സാങ്കുട്ടി, സാങ്കുട്ടി എഴുന്നേറ്റെ. എന്താ ചോദിച്ചേട്ടാ? സാങ്കുട്ടിയുടെ അപ്പം കുളപ്പുറം വക്കനെ വേറെ ഒന്ന് രണ്ട് കേടുകളെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നാ കേൾക്കുന്നത്. സാങ്കുട്ടിയെ പിടിച്ചോണ്ട് പോവാൻ നിങ്ങളെ നല്ലതുപോലെ ഒന്ന് ഒളിപ്പിക്കണമെന്ന് ആ സണ്ണി വക്കീൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടിപ്പം ഒളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം തേങ്ങാക്കൂട്ടിനെ തട്ട. തലമുട്ടാതെ നോക്കണമെന്നേ ഉള്ളൂ. കുറച്ചു നേരം മതിയല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരുകയും ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. പായും തലണയും കൂടെ തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്നാ? സ്വർഗസ്ഥനായ പിതാവേ, ഈ പാനപാത്രത്തിന്റെ കാര്യത്തിൽ നീ എനിക്കൊരു വെളിച്ചം തരണമേ. പ്രൈസ് ദി ലോർഡ്. ഓലൻ നല്ല ആട്ടുംകുട്ടി പോലൊരു പെണ്ണിനെയാ നീ പാനപാത്രം എന്ന് വിളിച്ചത്. തോടിക്കൊരു തൊട്ടിയ